അതിസമ്പന്നനായ ഒരുവൻ തൻ്റെ മരണത്തിന് മുൻപ് നിഷ്കളങ്കനായ മകനോട് ഉപദേശിച്ചു കൊടുക്കുന്ന 4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, വെയിൽ കൊള്ളാതെ പോകുകയും വരികയും ചെയ്യുക. രണ്ടാമത്തേത്, വീടിന് ചുറ്റും ഒരു തുകൽ വേലി കെട്ടുക. മൂന്നാമത്തേത്, എന്നും ഭക്ഷണം മധുരമുള്ളതാക്കി കഴിക്കുക. നാലാമത്തേത്, ഭാര്യയെ എപ്പോഴും കെട്ടിയിടുക. ഇങ്ങനെ 4 ഉപദേശങ്ങൾ കൊടുത്തിട്ട് ധനികൻ മരിക്കുന്നു. നിഷ്കളങ്കനായ മകൻ ആ ഉപദേശങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുന്നു. അച്ഛൻ്റെ മരണത്തിന് ശേഷം അച്ഛൻ കൊടുത്ത ഈ 4 ഉപദേശങ്ങളും പാലിക്കുവാനായിട്ട് അവൻ ശ്രമിക്കുകയാണ്. പണം ധാരാളമുള്ളതുകൊണ്ട് ഇവൻ പോകുന്ന വഴികളിൽ വെയിൽ തട്ടാതിരിക്കാൻ ഷീറ്റ് കൊണ്ട് മറയ്ക്കുന്നു. പിന്നെ അവൻ ചെയ്തത് വീടിന് ചുറ്റും തുകലുകൊണ്ട് ഒരു വേലി കെട്ടുകയാണ്. മൂന്നാമതായി, അവൻ എപ്പോഴും മധുരമുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചു. നാലാമതായി, അവൻ ഭാര്യയെ കയറുകൊണ്ട് കെട്ടിയിടാൻ തുടങ്ങി. ഇങ്ങനെ 4 കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞപ്പോൾ കാലക്രമേണ അവൻ്റെ സമ്പത്ത് നശിക്കാൻ തുടങ്ങുകയാണ്. സമ്പത്ത് വളരുവാൻ വേണ്ടി അവൻ ചെയ്ത കാര്യങ്ങൾ വിപരീതമായ ഫലമുണ്ടാക്കുകയാണ്. ദുർഗന്ധമുള്ള തുകൽവേലി കൊണ്ട് വീടിന് ചുറ്റും മതിൽ കെട്ടിയപ്പോൾ ചുറ്റുമുള്ളവർ അവനെ പഴിക്കാൻ തുടങ്ങി. അവർ അവനിൽ നിന്നും അകന്നു പോകുവാൻ തുടങ്ങി. വീട്ടിലേക്ക് വിരുന്നുകാരും വരാതായി. മധുരമുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് അവൻ ഒരു രോഗിയായിട്ട് മാറുകയാണ്. ശരീരം പൊണ്ണത്തടിയുള്ളതായി. അവൻ്റെ പണം മുഴുവൻ ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കേണ്ടി വരുന്ന അവസ്ഥ. ഭാര്യയെ കെട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ ഭാര്യ അവനെ ഉപേക്ഷിച്ചു പോകുവാൻ തയ്യാറെടുക്കുന്നു. അടിമയായി നിത്യവും ബന്ധിതയായി ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുവാൻ അവൾ തയ്യാറാകുന്നില്ല. ഇങ്ങനെ കാലക്രമേണ ഇവൻ്റെ സമീപത്ത് നിന്നും ഉപഭോക്താക്കൾ അകന്നു പോകാൻ തുടങ്ങി. ഇവൻ്റെ സമ്പത്ത് ക്ഷയിക്കാനും തുടങ്ങി. തൻ്റെ ദുര്യോഗത്തിൽ മനം നൊന്ത് ഇവൻ ഒരു സന്യാസിയുടെ സമീപത്തേക്ക് ചെല്ലുകയാണ്. സന്യാസിയെ ഈ കുറിപ്പ് കാണിച്ചു കൊടുക്കുന്നു. ഈ 4 കുറിപ്പുകളും വായിച്ച് സന്യാസി അവനോട് പറയുകയാണ്, നിൻ്റെ അച്ഛൻ എന്ത് നല്ല 4 ഉപദേശങ്ങളാണ് നിനക്ക് തന്നത്. പക്ഷെ നീ അവയെല്ലാം തന്നെ തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിച്ചത്. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത് വെയിൽ കൊള്ളാതെ പോകുകയും വരികയും ചെയ്യുക എന്നാണ്. പക്ഷെ നീ